താഴവും കുരിശുമരണവും കഴിഞ്ഞു. കല്ലറയുടെ വാതിൽ തുറക്കുന്നതിനായുള്ള കാത്തിരിപ്പ്. ഇനി നിലവിളികളില്ല, വിലാപങ്ങളില്ല, നെടുവീർപ്പില്ല, പുതുജീവന്റെ കരുത്തു മാത്രം. കാരണം ആ ദിനത്തിൽ എല്ലാം മാറ്റിമറയ്ക്കപ്പെട്ടു. കൊരട്ടി CML സംഘടന നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാം മാറ്റിമറയ്ക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ചൈതന്യം നുകരാൻ ഹാർദവമായ സ്വാഗതം. കൊരട്ടി CML സംഘടനയിലെ നമ്മുടെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ഈ കലാവിഷ്കാരം ആത്മീയതയുടെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കരുത്തു പകരട്ടെ. മരക്കുരിശന്റെ പരാജയ കഥകൾക്കുമേലെ മരണത്തെ ജയിച്ചെത്തിയ ഉദ്ധിതൻ എഴുതിയ ഉയർപ്പിന്റെ കഥയുടെ ആരംഭം. മാമരക്കുരിശിൽ മാറുപിളർന്ന് നമ്മെ രക്ഷിച്ച മിശിഹായുടെ സ്നേഹഗീതയുടെ അലയടി ഉയരുന്ന ദിനം ഈസ്റ്റർ. പാപഭാരങ്ങളാൽ നശിച്ചുകൊണ്ടിരുന്ന ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം തന്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ദൈവപുത്രൻ അയക്കപ്പെട്ടത് ഒരു രാജകൊട്ടാരത്തിലേക്കായിരുന്നില്ല, മറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജോസഫിന്റെയും മേരിയുടെയും മകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്. വെറും കാലിത്തൊഴുത്തിലായിരുന്നു അവന്റെ ജനനം. അവന്റെ പേര് യേശു എന്നായിരുന്നു. അവൻ അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. അവന്റെ നന്മയിൽ അസൂയ പൂണ്ട അധികാരവർഗം അവനെ ഇല്ലാതാക്കുവാൻ തീരുമാനിച്ചു. ഒരു ചതിയിലൂടെ അവനെ പിടികൂടി അവനെ അവർ മരണശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ച് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവൻ നമുക്കിടയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവപുത്രന്റെ പീഡാസഹനവും ഉയർപ്പും പരിമിതമായ സമയം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, കൊരട്ടി CML സംഘടന നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു ദൈവപുത്രന്റെ ഉദയം. ഞാൻ യൂദാസ്. ഇത് കണ്ടോ, 30 വെള്ളിക്കാശ്. എന്റെ ഗുരുവിനെ ഒറ്റക്കൊടുത്തതിന്റെ കൂലി. എന്റെ ഗുരുവിനെ ഒറ്റക്കൊടുത്തതിന്റെ കൂലി. ഗുരുവിനെ ഒറ്റക്കൊടുത്തെങ്കിലും ഞാൻ ഇന്ന് ധനികനായിരിക്കുന്നു. എന്റെ പ്രിയ ഗുരുവിനെ ഒരു ചുംബനത്തിലൂടെ ഒറ്റക്കൊടുത്തതിന് എനിക്ക് കിട്ടിയ സമ്മാനം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ എന്നെ കൊണ്ടു നടന്ന എന്റെ ഗുരുവിനെ ഞാൻ ചതിച്ചത് എന്തിനായിരുന്നു? ഒടുവിൽ പീലാത്തോസും അവനെ കൈയൊഴിഞ്ഞു. അവനെ കുരിശുമരണത്തിന് വിധിച്ചിരിക്കുന്നു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലും. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവർ അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കുമെന്ന്. ഇല്ല, എന്റെ ഗുരുവിന്റെ മരണത്തിന് മുൻപ് എനിക്ക് മരിക്കണം. ഈ വെള്ളിക്കാശിന് വേണ്ടിയല്ലേ ഞാൻ അവനെ ഒറ്റിക്കൊടുത്തത്. ഇതിന് ചോരയുടെ മണമാണ്. ഇതെനിക്കിനി വേണ്ട. എന്റെ ഗുരുവിനെ അവർ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നു. എനിക്കിത് കണ്ടു നിൽക്കാനാവുന്നില്ല. ഞാൻ മരിക്കണം. എനിക്ക് മരിക്കണം. അവനെ ഇങ്ങ് കൊണ്ടുവരൂ. ഒടുവിൽ പീലാത്തോസും നിന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇനി നിന്റെ വിധി
ഞങ്ങളുടെ കൈകളിലാണ്. നീയല്ലേ യഹൂദരുടെ രാജാവ് എന്ന് പറയപ്പെടുന്നത്? എന്നിട്ട് ഈ രാജാവിന് കിരീടവും ചെങ്കോലും ഒന്നും കാണുന്നില്ലല്ലോ. പേടിക്കണ്ട, നിനക്കുള്ള കിരീടം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രാജാവിനുള്ള കിരീടം അതിങ്ങ് കൊണ്ടുവരൂ. ഇതാ എല്ലാവരും കാണും, പ്രിയ രാജാവിനുള്ള കിരീടം. അതിങ്ങുത ഞാൻ തന്നെ ഇവനുള്ള കിരീടധാരണം നടത്താം. യഹൂദരുടെ രാജാവേ, അങ്ങേക്ക് സ്വസ്തി. നിന്നടിച്ചതാരാണെന്ന് നിനക്കിപ്പോൾ പ്രവചിക്കാമോ? നമുക്കിനി ഇവനുള്ള സമ്മാനം നൽകിയാലോ? വേഗം തുടങ്ങട്ടെ. മതി മതി, ഇനിയും തല്ലിയാൽ ഇവൻ ചിലപ്പോൾ ചത്തുപോകും. നമുക്കിവനെ ജീവനുടെ കുരിശിൽ തറയ്ക്കാനുള്ളതാണ്. വേഗം ആ കുരിശെടുത്ത് അവന്റെ തോളിൽ വെച്ച് കൊടുക്ക്. ഏയ്, ഇവനിനി ഈ കുരിശ് ചുമക്കാനാവുമെന്ന് തോന്നുന്നില്ല. അതിനാരെയെങ്കിലും കണ്ടുപിടിക്ക്. ഏയ്, ഇവിടെ വാ. എന്താ നിന്റെ പേര്? ശിമയോൻ. ഈ കുരിശ് ചുമക്കാൻ നീ ഇവനെ സഹായിക്ക്. ഇല്ല, എനിക്കിത് പറ്റില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. നിന്നോടാ പറഞ്ഞത് അവനെ സഹായിക്കാൻ. ഗുരുവേ, അങ്ങേക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. അങ്ങേക്ക് നൽകാൻ എൻ്റെ കയ്യിൽ ഈ വെള്ളം മാത്രമേയുള്ളൂ. അങ്ങ് ഇത് കുടിച്ചാലും. കടന്നു പോ അവിടുന്ന്. അവനെ സഹായിക്കാൻ വന്നിരിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ ഇനി ആരും വരാൻ പോകുന്നില്ല. എഴുന്നേൽക്ക്. കണ്ടാലോ വളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകനേ, നീ മാന്യനായിടുവാ. മകളേ മകളേ, നീ മാന്യയായിടുവാ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, കുരിശിലെ മരണം അത് മുദ്രവെക്കപ്പെട്ട കല്ലറയിലോ നിരാശയുടെ പാതാളത്തിലോ അവസാനിക്കാനുള്ളതല്ല. ഉത്ഥാനത്തിന്റെ പ്രത്യാശയിൽ നവമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന അതിജീവനത്തിന്റെ കരുത്താണത്. ആത്മനിറവിൽ ഗുരുവിനോടൊത്തു മരിച്ച് ഉയർക്കാനുള്ള ക്ഷണം പരാജയത്തിന്റെ ഇന്നലകൾ വെടിഞ്ഞ് വിജയത്തിന്റെ ഇന്നിലേക്ക് പ്രവേശിക്കാനുള്ള ആത്മദർശനമാകട്ടെ. പുത്തൻ പ്രതിജ്ഞകളിൽ ചാലിച്ച് ശൂന്യമായ ജീവിതത്താളുകളിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കാം. അവന്റെ നാമം പോലും ഇനിയാരും ഉച്ചരിക്കരുത്. ഇസ്രായേലിൽ അവന്റെ ഓർമ്മ പോലും
ഇനി നിലനിൽക്കരുത്. വഞ്ചന നിറഞ്ഞ നാവുകളിൽ നിന്ന് പുറപ്പെടുന്ന പൊള്ളവാക്കുകളോ വ്യാജ പ്രസ്താവനകളോ അല്ല ഉയർപ്പിന്റെ അടിസ്ഥാനം. അത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവാണ്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഇസ്രായേലിൽ നിന്ന് അവന്റെ ഓർമ്മ പോലും തുടച്ചു നീക്കപ്പെടണം. അവന്റെ നാമം പോലും ഇനി ആരും ഉച്ചരിക്കരുത് എന്ന് പറഞ്ഞിടത്ത് ആകാശത്തിനു കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്കായി ഒരേയൊരു നാമം മാത്രമേ ഇന്ന് ശേഷിക്കുന്നുള്ളൂ. അത് യേശുനാമം മാത്രമാണ്. ഏകദേശം 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. അവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. വലിയ പീഡനങ്ങൾക്കും ക്ലേശങ്ങൾക്കും അവൻ ഇരയായി മരിച്ചു സംസ്കരിക്കപ്പെട്ടു. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ സഹനം സ്നാനമായി വെളിപ്പെടട്ടെ. അവരുടെ നൊമ്പരം തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച ജ്ഞാനമായി ഭവിക്കട്ടെ. എടോ, ഇതിപ്പോ 3 ദിവസമായി. എത്ര ദിവസം എന്താ വെച്ചിട്ടാ നമ്മൾ ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ കുറച്ചു നേരം മയങ്ങാലോന്ന് ആലോചിക്കുക. ഏയ്, താൻ ഉറങ്ങല്ലേ. താൻ ശ്രദ്ധിച്ചോ, പതിവിന് വിപരീതമായി പ്രകൃതിയിലാകെ ഒരു മാറ്റം വന്നതുപോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു സംശയം, സത്യത്തിൽ അവൻ ശരിക്കും ഒരു ദൈവപുത്രൻ തന്നെ ആയിരിക്കുമോ? തനിക്കിതെന്ത് പറ്റി? വല്ലാതെ പേടിയുണ്ടെന്ന് തോന്നുന്നു. അവൻ ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്ക് അവനെ കുരിശി തറച്ചു കൊല്ലാൻ സാധിക്കുമായിരുന്നോ? ദൈവപുത്രൻ പോലും. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ.
എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ. തയ്യൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞിടുമോ. നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടുമോ.